NDA BJP തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥി ശ്രീ കുമ്മനം രാജശേഖരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കലാവിഭാഗം അവതരിപ്പിക്കുന്ന തെരുവ് നാടകം. അസത്യവാർത്തകൾ പ്രചരിപ്പിക്കുന്ന ഈ ദുഷിച്ച കാലഘട്ടത്തിൽ നാം ഒരിക്കലും നനച്ചിരിക്കാത്ത വാർത്തകൾ കെട്ടിച്ചമയ്ക്കുന്ന ഈ കലികാലത്തിൽ കടമയുണ്ട്. ഈ എന്റെ പൊന്നുടവനെ അവള് ആ പണ്ടാരക്കാലത്ത് എന്നോടൊപ്പം വന്നതാണല്ലോ. എന്റെ കണ്ണു വെട്ടിച്ച പണ്ടാരം എവിടെ മുങ്ങി? എടി കാക്കാത്തേ, എടിയേ കാക്കാത്തേ, എന്തിനാണ് സത്യം കിട്ടിയാൽ എനിക്കിട്ടോ പണിയും. എന്തിനാണ് കാക്കാനെ തൊള തുറക്കുന്നത്? കാക്കാത്തെ കാണാതിരുന്നപ്പോ ഏന് സങ്കടം വന്നടി. അല്ല കാക്കാനെ, നമ്മളിപ്പോ എവിടെയാ നിക്കണേ? ഓ, തമ്പ്രാന്റെ മാളിക മുറ്റത്ത്. എന്നാ തമ്പ്രാനെ വിളിക്കേ. തമ്പ്രാ, ഓപ്പറാ. കാക്കാത്തി കൂടെ വിളിക്ക്. പെണ്ണിന്റെ ഒച്ച കേട്ടാ ഓടിയേറി തമ്പ്രാൻ. തമ്പ്രാ, ഓപ്പറാ. അല്ല, ആരൊക്കെ വന്നിരിക്കുന്നത്? കാക്കാനും കാക്കാത്തി പണ്ടത്തെ പോലെ ഏകി നാട് കാണാൻ വന്ന കാക്കാന് ഞാൻ തമ്പ്രാനും തമ്പ്രാനൊന്നും അല്ല. അതൊക്കെ പണ്ടൊക്കെ ഏനും കാക്കാനും അമ്പ്രാന്റെ അടുത്ത് വരുമ്പോ കൊറേ നാട്ടുകാര്യങ്ങൾ പറയായിരുന്നു. ഇപ്പോഴും വിശേഷങ്ങൾ കുറവൊന്നും അല്ല. അല്ല അമ്പ്ര, പണ്ട് മഹാബലി ചക്രവർത്തി ഭരിച്ചിരുന്ന കേരളം ഇപ്പൊ ഏത് രാഷ്ട്രമാണ് ഭരിക്കുന്നത്? എന്റെ കാക്കാന് ഇപ്പോഴത്തേത് ഒരു ഒന്നൊന്നര രാജാവാണ്. ഇത്രയും ധാർഷ്ട്യവും അഹങ്കാരിയുമായൊരു മന്ത്രിമുഖ്യൻ കേരളനാട് ഭരിച്ചിട്ടില്ല. അധികാരത്തിലെത്തിയ ജനങ്ങളെ പരമപുച്ഛമാണ്. അധികാരം കയ്യിലുണ്ടെന്ന് കരുതി മന്ത്രിമുഖ്യനും കൂട്ടാളികളും ചെയ്തു കൂടുന്ന തോന്നിയാസങ്ങൾ പറഞ്ഞാലും തീരില്ല കാക്കാന്. അങ്ങനാണെങ്കിൽ എന്തൊക്കെ കേൾക്കണം തമ്പ്ര. പറഞ്ഞോളി. എന്നാലേ കേട്ടോളി. സത്യമാണ് അമ്പ്രാൻ പറഞ്ഞത്? സത്യമാണ് കാക്കാനെ. ഓ, കേട്ടപ്പോ തന്നെ പേടിയാവണ്. ഓ അമ്പ്ര, കാടും മേടും താണ്ടി ഏനും എന്റെ പെമ്പർത്തോത്തി വന്നതല്ലേ എല്ലാം. കാക്കാത്തി പെണ്ണേ, നാട് കാണാനേനും ഉണ്ട് പൊന്ന് കാക്കാനേ. മഴ തിമിർത്തു വെക്കട്ടെ. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ കേരളത്തിൽ മഴയുണ്ടാകില്ല എന്നാണല്ലോ പ്രതിപക്ഷം. ഇപ്പൊ കണ്ടോ, ഇടുക്കിയിൽ എത്ര ലിറ്റർ മഴ പെയ്തു? പറയൂ. അത് നടക്കട്ടെ. ഈ ഡിഗ്രി സോഷ്യൽ എന്നൊന്നും പറയാതെ എത്ര ലിറ്റർ എന്ന് പറയും. അത് എനിക്ക് വശമുള്ളൂ. ഓക്കെ, എന്നാ ഇത് കേട്ടോ, എന്റെ അനുവാദമില്ലാതെ രാവിലെ ഒരു കടലും തുറക്കില്ല. സാറേ, ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയരുകയാണ്. ഇനിയും സംഭരണിയിലേക്ക് വെള്ളം എത്തിയാൽ ഡാമിന്റെ ഷട്ടറുകളെല്ലാം തുറക്കണം. ആ നോക്കുവാ. കരണ്ടുണ്ടാക്കി കച്ചവടം ചെയ്ത് KCB അത് രക്ഷിക്കാമെന്ന് വിചാരിക്കുമ്പോ സാർ, പുഴകളും കായലുകളും ഒക്കെ മഴയിൽ നിറഞ്ഞ് കവിയുകയാണ്. ഇനിയും മഴ ശക്തമായി തന്നെ തുടർന്നാൽ ഇന്ന് മുതൽ മഴ കുറയുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ഇന്ന് എന്തിന് ഡാമിന്റെ കഥ തുറക്കണം? സർ, വലിയൊരു അപകടം ഒഴിവാക്കാനാണ്. സർ, നിങ്ങളുടെ തീരുമാനം വൈകിയാൽ നഷ്ടം ഇവിടുത്തെ ജനങ്ങൾക്കാണ്. ഏറ്റവും വലിയൊരു ദുരന്തത്തിന് നിങ്ങളും സാക്ഷിയാകേണ്ടി വരും. ഈ ദുരന്തത്തില് ഒരു അസ്വാഭാവികതയും ഞാൻ കാണുന്നില്ല. മഴയെ തടയാൻ ആകാശത്തിന് താഴെ പന്ത് കെട്ടാൻ പറ്റും. ഈ ദുരന്തത്തിൽ നിന്ന് കരകയറാനുള്ള ചിന്തയാണ് വേണ്ടത്. രക്ഷാപ്രവർത്തനത്തിന് ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിരുന്നു സഖാവേ. അങ്ങനെ പറയരുത്. എല്ലാം നമ്മുടെ സഖാക്കളാണെന്നേ പറയൂ. അതിലും നമ്മൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തണം. നവകേരള നിർമ്മാണത്തിന് എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്നും ഒരു മാസത്തെ ശമ്പളം പിടിച്ചെടുക്കണം. അവർ നൽകിയില്ലെങ്കിലോ പിടിച്ച് വാങ്ങണം. നവകേരള നിർമ്മാണം ഞങ്ങൾ
പോകാൻ റെഡിയായി. സർക്കാർ ചെലവിൽ പോകുന്നത് കൊണ്ട് കുടുംബത്തെ മുഴുവനായി കൊണ്ടുപോകാന്ന് കരുതി. എല്ലാം കൂടി 10-16 പേരേ ഉള്ളൂ. പിന്നെ വേലക്കാരി. എത്തി 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 ഞാനും എന്റെ കുടുംബവും എത്തി. ഈ ഉപ്പുചാക്കുമായിട്ട് താനെങ്കോട്ടാ? ഓ, ഉപ്പയാക്കല്ല, ഇതെന്റെ മോനാ. ദുബായി ചെന്നിട്ട് വേണം ഇവന് ചോറൂണ് നടത്താൻ. ഒരു വെള്ളപ്പൊക്ക വന്നതുകൊണ്ട് ഇങ്ങനെ ചില ഭാഗ്യങ്ങളുണ്ടായി. മഴക്കാലത്ത് ജർമ്മനിലേക്ക് പോയ മന്ത്രിയെ തിരിച്ചു വിളിച്ച ആളല്ലേ. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇപ്പൊ ജർമ്മനിയിൽ തന്നെ പോകണമെന്ന്. ധനസമാഹരണത്തിന് ഒരു സംഘമാണ് വിദേശത്ത് പോകുന്നത്. തിരിച്ചു വരുന്നത് വരെ സെക്രട്ടേറിയറ്റ് പൂട്ടിയിടും. ആര് ചോദിക്കാൻ? നമ്മൾ എന്ത് കാണിച്ചാലും കമാന്ന് അക്ഷരമിണ്ടാത്ത കഴിവുകെട്ട പ്രതിപക്ഷമാണല്ലോ ഇവിടെ ഉള്ളത്. വാ വാ, നേരം കളയണ്ട. കേരളത്തിലെ മന്ത്രിമാർക്ക് വിദേശത്ത് പോകാനുള്ള അനുമതി കേന്ദ്ര സർക്കാർ നിഷേധിച്ചിരിക്കുന്നു. കരയല്ലേ മക്കളെ. വോട്ടുള്ള ദൈവങ്ങളെ, എനിക്ക് ലഭിക്കാത്ത ഭാഗ്യം എന്റെ കുഞ്ഞിന് കൊടുക്കണേ. അധികാരമില്ലാതെ ജീവിക്കാൻ കഴിയുന്നില്ല. കരയല്ലേ കുട്ട? ഞാൻ കഴിയുന്നില്ല. കണ്ണടച്ചാൽ താമരയും നരേന്ദ്രമോദിയുമാണ്. ഞാൻ വിചാരിച്ചാൽ നമ്മുടെ കുടുംബത്തിന് ഭരണം കിട്ടുമെന്ന് തോന്നുന്നില്ല. കിട്ടിയപ്പോഴൊക്കെ നമ്മുടെ കൂട്ടങ്ങള് മത്സരിച്ച് അഴിമതി കാണിച്ചു, കയ്യിട്ട് വാരി. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നടന്ന മിക്ക തെരഞ്ഞെടുപ്പിലും നമ്മൾ തോറ്റു തൊപ്പിയിട്ടു. എന്റെ മണ്ഡലത്തിൽ പോലും എനിക്ക് രക്ഷയില്ലാതായി. പ്രധാനമന്ത്രിക്ക് ഭയം തുന്നി വെച്ചിട്ട് എത്ര കാലമായി അമ്മേ. എല്ലാം നമുക്ക് തിരിച്ചു പിടിക്കണം. പ്രിയമോളയും കൂടി നമുക്ക് കളത്തിലിറക്കിയാലോ? പിറക്കുന്നതൊക്കെ കൊള്ളാം, എനിക്ക് പാരയാകരുത്. ആര് വന്നാലും പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഞാൻ തന്നെയാ. ഓ, സമ്മതിച്ചു പ്രിയമോളെ. മോളെ, നീ ഞങ്ങളുടെ കൂടെ നിൽക്കണം. നമ്മുടെ കുടുംബത്തിന് നഷ്ടമായ ഭരണം എന്ത് മാർഗം ഉപയോഗിച്ച് തിരിച്ചു പിടിക്കണം. അതിനുവേണ്ടി എത്ര പാർട്ടി നേതാക്കളുടെ കാലുകൾ ആ മമ്മി പിടിച്ചതെന്ന് അറിയാമോ? നമ്മുടെ പാർട്ടി എന്നാൽ നമ്മുടെ കുടുംബം. എന്റെ ഭർത്താവിനെ കുറിച്ച് ചില അഴിമതി ആരോപണങ്ങളുണ്ട്. ഓ, അതാദ്യമായിട്ടല്ലല്ലോ. എന്ത് മാർഗം ഉപയോഗിച്ചും ഭരണം നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരണം. മോനെ, നീ വടക്ക് നിന്നാൽ നിലം തൊടില്ല. അതുകൊണ്ട് തെക്കോട്ട് പോണം. രണ്ടുപേരും കൂടി ജോയിന്റ് ആയി നിന്ന് ജനങ്ങളെ പറ്റിക്കാനുള്ള വഴി കണ്ടുപിടിക്ക്. പോകാനുള്ള വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. നമ്മളത് നടപ്പിലാക്കും. അല്ലേ സെക്രട്ടറി? അതെ അതെ. സ്ത്രീകളില്ലാത്തപ്പോൾ തന്നെ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുവാൻ കഴിയുന്നില്ല. ആ സ്ഥിതിക്ക് സ്ത്രീകളെല്ലാം കൂടി ശബരിമലയിലേക്ക് ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ? തിരക്ക് കൂടിയാലല്ലേ ദേവസ്വം ബോർഡിന് വരുമാനം കൂടുള്ളൂ. എന്തു തന്നെയായാലും യുവതികളെ ശബരിമലയില് പ്രവേശിപ്പിക്കണം. അതിന്റെ പരിസ്ഥിതി കൂടി തകർത്താലേ എനിക്ക് സമാധാനം കിട്ടും. നഴ്സുമാരുടെ ശമ്പള വർധനവിനെ കുറിച്ചും പിറവം പള്ളിയുടെ തർക്ക പരിഹാരത്തിനൊക്കെ വിധിയുള്ളതാണ്. അതൊന്നും പരിഹരിക്കാതെ ശബരിമല മാത്രം. തനിക്ക് ദേവസ്വം പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കണം വേണം. എന്നാല് ഞാൻ പറയുന്നത് കേട്ടാൽ മതി. പള്ളി വിശ്വാസികൾക്ക് വോട്ട് ബാങ്കുണ്ട്, അയ്യപ്പ വിശ്വാസികൾക്ക് അതുണ്ടോ? വിധിയുണ്ടെങ്കിലും കുടുംബത്തിൽ പിറന്ന യുവതികൾ മല ചവിട്ടാൻ തയ്യാറാകുമോ? കുടുംബത്തിൽ പിറക്കാത്തവരെ ആദ്യം തന്നെ നമ്മൾ മലയിലെത്തിക്കും. ചുംബന സമരത്തിന് പങ്കെടുത്ത് മുഴുനീള ചുംബനത്തിന് അവാർഡ് വാങ്ങിയ യുവതികള് നമ്മുടെ പാർട്ടിയിൽ ഉണ്ട്. അവരെ പാർട്ടി ചെലവില് മല ചവിട്ടിക്കും. വിശ്വാസികൾ എതിർത്താലോ? പോലീസിനെ ഇറക്കി തടയും. എങ്ങനെയാണെങ്കിലും ഈ മണ്ഡലകാലത്തിൽ യുവതികള് ശബരിമലയിൽ എത്തിയിരിക്കും. ശബരിമലയിൽ പോകാൻ മഹാരാഷ്ട്രക്കാർ വന്നു. പൃഥ്വി ദോശയോ
തൃപ്തി ഇഡ്ഡലിയോ അങ്ങനെ ഏതാണ്ടൊരു പേരാ. എന്നിട്ട് മല ചവിട്ടിയോ? എവിടെ വിശ്വാസികൾ അവളെ എയർപോർട്ടിന് പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല. ചെലവും കൊടുത്ത് കൊണ്ടുവന്നിട്ട് ഉപയോഗമില്ലാതായിരിക്കുന്നു. ആ സാധനത്തെ മടക്കി അയച്ചില്ലെങ്കിൽ സംഗതി വഷളാവും. കുടുംബത്തിൽ പിറന്ന അഭിമാനമുള്ള ഒരു യുവതികളും ശബരിമലയിൽ പോകാൻ തയ്യാറാകത്തില്ല. നമ്മുടെ പാർട്ടിയിലെ വനിതാ സഖാക്കൾ പോലും സമ്മതിക്കുന്നില്ല. ഒരു യുവതിയെങ്കിലും ശബരിമലയിൽ എത്തിയിരിക്കണം. രണ്ടുപേരെ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. കേറി വാ സിസ്റ്റേഴ്സ്. ഇതാണ് ആ സാധനങ്ങൾ. കനകലതയും സിന്ധുവും ശബരിമലയിൽ പോകാൻ ഇവർ തയ്യാറാണ്. ചുംബന സമരം നടത്തിയവരാണ്. മല ചവിട്ടാൻ ഞങ്ങൾ തയ്യാറാ. പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സ്ഥാനാർത്ഥിയാക്കണം. ഉറപ്പ്. ജയിച്ചാൽ നിങ്ങളുടെ മന്ത്രി, വകുപ്പ് ചുംബന വികസനം. മതി. പിന്നെ ആർപ്പോ ഇറോ ആർത്തവം എന്നൊരു ഷോ കൂടി ഞങ്ങൾ നടത്തുന്നു. അതിന്റെ ഉദ്ഘാടനം മുഖ്യൻ തന്നെ നിർവഹിക്കണം. തീർച്ചയായും യുവാക്കള് കൊല്ലപ്പെട്ട വീടുകളിലും ദുരന്തം നടന്ന തീരദേശത്തും പോകാതെ ഉദ്ഘാടനത്തിന് ഞാൻ വരും. ശബരിമലയിൽ പോയാൽ ഭർത്താക്കന്മാർ നിങ്ങളെ ഉപേക്ഷിച്ചാലോ? പുതിയ ഭർത്താവിനെ ഞങ്ങൾ തന്നെ കണ്ടെത്തിക്കോളാം. അർഹാന ഫാത്തിമയും സീറ്റി മറിയയും ശബരിമലയിൽ പോകാൻ തയ്യാറായിട്ടുണ്ട്. എങ്ങനെയായാലും ശബരിമലയിലെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും പൊളിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സർക്കാർ ഒരിക്കൽ കൂടി കേരള ഋതം ചാനലിലെ വാക്കും പോക്കും എന്ന ചർച്ചയിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രിക്ക് തുടരാം. കേരളത്തിൽ നടക്കുന്നത് അനാവശ്യ കൊലപാതകങ്ങൾ അല്ല, ആവശ്യത്തിന് ഉള്ളതാണ്. ഞാൻ മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് കേരളത്തിൽ മരണങ്ങൾ വർദ്ധിക്കുന്നത്. യമകാലന്റെ പച്ചപ്പിക്കാരനാണോ? കൂടെ ഇരുന്നിട്ട് എനക്കിട്ട് മാന്തരുത്. എനക്ക് ചൊറിഞ്ഞു കയറും. തുണി പൊക്കോ പൊക്കോ, ഞാൻ ചൊറിഞ്ഞു തരാം. ചൊറിയടിക്ക് ഇഷ്ടമുള്ള വിനോദമാണ്. പുലമ്പുത്തി വായടച്ചു വെക്ക്. ഓക്കെ. കുറ്റിങ്ങൽ അപകടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. പിന്നെ ഉണ്ടായത് ടോക്കി ദുരന്തം. അന്നും കുറേപ്പേർ മരിച്ചു കിട്ടി. അവിടെയും അങ്ങ് പോയില്ല. അവിടെയും ആശ്വാസമായി എത്തിയത് കേന്ദ്രമന്ത്രിയായിരുന്നു. അവസാനം പ്രളയം. അപ്പോഴും കുറെ പേർ മരിച്ചു. അവിടെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നു. 5 കൊല്ലം തികച്ച് ഞാൻ ഭരിച്ചാൽ ഒരു 5000 പേരെങ്കിലും ചത്തുകിട്ടും. ഞങ്ങൾ വന്നു, എല്ലാം ശരിയായി. ഇനി ശരിയാക്കാനുള്ളത് അങ്ങയുടെ തലയാണ്. ഇതേ എടുത്തില്ല, വെളിയിൽ എറിയും. പറഞ്ഞതെല്ലാം ചെയ്തു തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നവോദ്ധാരത്തിലേക്കുള്ള യാത്രയാണ്. അതിനേക്കാൾ നല്ലത് വാനപ്രസ്ഥമാണ്. നേരം കുറേയായി വായും പൊളിച്ച് ഞാൻ ഇരിക്കുന്നു. ഞാനൊരു അക്കാദമി അവാർഡ് വാങ്ങിയ കവിയാണ്. ഇനി കവിക്ക് പറയാനുള്ളത് പറയാം. ഞാനൊന്നും പറയാറില്ല, ചൊല്ലാറേ ഉള്ളൂ. ശബരിമലയ്ക്കൊരു കൊട്ട്, കൂടെയുള്ളവനൊരു തട്ട്, ജനത്തിനൊരു മുട്ട്, എതിർക്കുന്നവനൊരു വെട്ട്. ചർച്ച അവസാനിച്ചിരിക്കുന്നു. തമ്പുരാൻ പറഞ്ഞത് എത്ര ശരിയാ. BJP-കാരന്റെ വായി തുറക്കാൻ സമ്മതിക്കൂല. സത്യം ജനത്തെ അറിയിക്കാൻ ഇവര് സമ്മതിക്കൂല. അല്ല കാക്കാനെ, ഇനി എങ്ങോട്ടാ? വാ കാക്കാത്തി പറയാം. പുറപ്പെടുകയാണ്. ഇനി
ഡൽഹിയിൽ ചെന്നിട്ടായിരിക്കും. വള്ളംകാളി വള്ളംകാളി വള്ളംകാളിയേ നമ്മുടെ കായലിൽ ഓളം തുള്ളിയേ വള്ളംകാളി പച്ചുമായി മുത്തുകൂടയായന്മാരിൽ നീരം നല്ല കുട്ടൻ വെള്ളം ആലോചിച്ച് നേരം കളയാണ്ട് എല്ലാരും കൂടെ വന്ന് കേറിയുണ്ട്. നമുക്ക് പുറപ്പെടാൻ സമയായിന്ന്. ആഹാ, നമ്മൾ റെഡിയായി. മന്ത്രി പൊക്കൻ വലിയ സഖാവിനോട് യാത്ര പറഞ്ഞ് തീർന്നില്ല. ഇനി എന്ത് യാത്ര ചോദിക്കാനാണ്? നമ്മള് ഇങ്ങോട്ട് തന്നെയല്ലേ വരുന്നത്? എല്ലാവരും ഒന്നിച്ചൊരു യാത്ര, മഴയും കാറ്റുമൊക്കെയുള്ള സമയമാണ്. ഞാനും കൂടി വരാം. അടുത്ത മന്ത്രിസ്ഥാനം എനിക്ക് തരുമോ? ഒരു നല്ല കാര്യത്തിന് പോകുമ്പോ കർമ്മക്കേട് പറയരുത്. പോയിട്ട് വരട്ടെ. വരാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങളെന്തിന് ഒട്ടിച്ചേർന്ന് ഡൽഹിയിൽ പോകണം? വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പില് രഹസ്യ ധാരണയില് ഞങ്ങള് ഒന്നിച്ചാണ് മത്സരിക്കുന്നത്. അതെങ്ങനെ ശരിയാകും? അത് ശരിയാകും. ഞാൻ സമ്മതിക്കില്ല. ഇല്ല, എന്താ പടച്ചോനെ, 2-3 മാത്രം പച്ച പിടിച്ച പാർട്ടില്ല ഞങ്ങളുടേത്. രക്ഷപ്പെടാനൊരു വഴി പറഞ്ഞപ്പോ ആ വഴി എനിക്ക് വേണ്ട. എല്ലാവരും ചാടിക്കേളി. ഞാൻ വെള്ളം മുക്കാൻ പോവുകയാണ്. വെള്ളം പോകട്ടെ. എടാ ദുഷ്ടന്മാരെ, എന്നെ കൂടി കൊണ്ടുപോയിടടാ. ചീങ്കണ്ണയുള്ള തുഴയായത്. എന്റെ കൂടെ വന്നിട്ട് നിങ്ങളെന്തിനാണ് പിന്നിൽ നിന്ന് തന്താനം കളിക്കുന്നത്? ഞാനെന്താ വരുന്നത്? മണിയാശാനെ, രത്നാകരൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. എന്താ സമ്മതിക്കാത്തത്? MP ആവുക എന്ന് പറഞ്ഞാല് നിസ്സാര കാര്യമാണോ? ഞാൻ പറഞ്ഞാല് രത്നാകരൻ തയ്യാറാകും. വാ രത്നാകര. രത്നാകര, അവന്റെ ചെവിയിലെന്താ കടവാവലെ കൂട് വെച്ച? കേട്ടെന്നാ തോന്നുന്നു. നേരത്തോട്ട് വരുന്നു. അല്ല, എല്ലാവരും ഉണ്ടല്ലോ. രത്നാകര പാർലമെന്റ് തെരഞ്ഞെടുപ്പില്ലേ തിരുവനന്തപുരത്ത് രത്നാകരൻ മത്സരിക്കണം. ഞാനിപ്പോ MLA അല്ലേ? അത് ഓർമ്മയുണ്ട്. പാർലമെന്റിലേക്ക് മത്സരിച്ചാലും MLA ആയി തുടരാമല്ലോ. എനിക്കത് നല്ലതുപോലെ അറിയാം മണിയാശാനെ. ഞാൻ നിങ്ങളെ ഒന്ന് ആക്കാൻ നോക്കിയതല്ലേ. ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ മത്സരിക്കും. MP സ്ഥാനമാണ് എന്റെ നോട്ടം. കാടും മലയുള്ള ഈ തിരുവനന്തപുരം എനിക്ക് ഏറെ ഇഷ്ടമാണെന്നേ. എന്റെ നാട്ടിൽ അണക്കെട്ടില്ലേ, കാടും മലയുമല്ലേ, പിന്നെ എന്നാ വിഷയം? ഇവിടെ മതി. ഇവിടെ നിന്ന് ഞാൻ ജയിക്കുകയും ചെയ്യും. ഇനി അഥവാ ഞാൻ ജയിച്ചില്ലെങ്കിലും BJP ജയിക്കാതിരിക്കാൻ ഏത് നാറിയ പണിയും ചെയ്യും. നമ്മുടെ തൊട്ടടുത്ത അതിർത്തിയിൽ കന്യാകുമാരിയിൽ യെച്ചൂരി രാഹുലും ഒരുമിച്ച് നിൽക്കുന്ന ഫ്ലെക്സ് വെച്ച് ജനങ്ങളെ പറ്റിക്കുന്നുണ്ടെങ്കിൽ എനിക്കും അതുപോലെ ചെയ്തുകൂടെ? ഇനിയും കേന്ദ്ര ഭരണം ഇവിടെ വന്നാൽ ഇടതിന്റെയും വലതിന്റെയും ഒരു കളികളും നടക്കുകയില്ല. 5 വർഷം കൊണ്ട് നമ്മൾക്ക് ഒരു രീതിയിലും ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല. അറിയാലോ. എങ്ങനെയും BJP ഇവിടെ നമുക്ക് തോൽപ്പിക്കണം. എന്റെ കാക്കാനെ, ഒരു MLA കുത്തിയിളക്കി എന്തിനാ മത്സരിപ്പിക്കുന്നേ? ആളില്ലാത്തൊരു പാർട്ടിയാണെന്ന് പറഞ്ഞത് കാക്കാത്തി കേട്ടില്ലേ? നാട്ടുകാരെ ഓടി വരി. ഞാനൊരു അപൂർവ മനുഷ്യനെ കൊണ്ടുവന്നിട്ടുണ്ട്. 5 വർഷം മുമ്പ് കാണാതെ പോയ സുന്ദര പുരുഷന ചെലമക്ക. എന്താ ഹിമാറെ വിളിച്ചു കൂടത്? നിനക്ക് എന്തൊരുപടിയാടാ കണ്ണു കിട്ടിയത്? കണ്ണു നിറച്ച് കണ്ടോളി. 2 തവണ നമ്മൾ വോട്ട് ചെയ്ത് ഡൽഹിയിലേക്ക് വിട്ട സാധനമാ കേട്ടോ. ഒന്നിറങ്ങി വന്നേ. പാഠം ചൊല്ലിപ്പടിച്ചും തല്ലിപ്പടിച്ചും ആലയൊരാളാകും. കേട്ടോ ഞാനും ഒരാളാകും. ഓട്ടോ പൈലറ്റ് പോലാകും. റബ്ബില്ലാലിമീനായ തമ്പുരാനെ, ആരാണീ വരണത്? നമ്മുടെ MP അല്ലേ? എടാ മണികണ്ട, നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഈ ഉരുപ്പടിയെ? തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് കിട്ടിയതാ.
ഞാൻ അടുത്തോണ്ട് ഇങ്ങ് പോന്നു. നീ ചെയ്തതൊരു പുണ്യകർമ്മമാ. 10 വർഷം MP ആയി ഇരുന്നിട്ട് ഞങ്ങളെ നോക്കി കോക്കറി കാണിച്ച് ശശിയാക്കിയ മനുഷ്യരല്ലേ. വീണ്ടും ഈ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോവാ. ആണോ? എന്നാ ഒരു സ്വീകരണം കൊടുക്കണം. ഡായ്മോ, ആ മാലം കെട്ടിട്ട് വാ. എല്ലാരും കണ്ടു നിറച്ച് കണ്ടോണം കേട്ടോ. സ്വീകരണം കൊടുക്കാൻ പോവാണ്. സ്വീകരണം MP-ക്കല്ല. MP ആയി പോയിട്ട് 5 വർഷത്തിന് ശേഷം ഈ ഉരുപ്പടിയെ കൊണ്ടുവന്നില്ലേ, അതിന് ആട്ടോ ഡ്രൈവറായ നിനക്കാണ് സ്വീകരണം. വായും പൊളിച്ച് നിൽക്കാണ്ട് കൊരവീടിയിൽ പെണ്ണുങ്ങളെ. മതി. എവിടുന്ന് കിട്ടിയോ അവിടെ തന്നെ ഈ സാധനത്തിനെ കൊണ്ടുവരണം. തമ്പുരാൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഇവിടുത്തെ പാവങ്ങൾക്ക് നല്ലത് ചെയ്യാൻ വേണ്ടി വോട്ട് ചെയ്ത് വിട്ട മനുഷ്യനാ. 5 കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് കാണുന്നത്. എന്നിട്ടും ഒരു നാണമില്ലാതെ വീണ്ടും മത്സരിക്കുന്നു. നത്തോലി ഒരു ചെറിയ മീനല്ല സോദരി. വരും വാങ്ങിക്കും. നമ്മുടെ MP വോട്ട് ചോദിച്ചു വരുന്നതാ. കൊള്ളാല. എന്താണിത്? MP-ക്ക് എന്താണ് പറ്റിയത്? ശരിയാണല്ലേ ഇതൊക്കെ വെച്ചത്. എന്താണിത്? കള്ളു കുടിച്ചിട്ടാണോ വോട്ട് ചോദിക്കാൻ വേണ്ടത്? വാള് വെക്കണതിന്റെ ശക്തി കാണുമ്പോ ഏതാണ്ട് ഫോറിൻ സാധനമോ വലിച്ചു കയറ്റിയിരിക്കുന്നത് തോന്നുന്നു. ഞാൻ മദ്യപിക്കാറില്ല. ഈ ഫിഷിന്റെ ദുർഗന്ധം, ഈ സ്മെല്ല് എനിക്ക് പിടിക്കുന്നില്ല. എന്തൊരു ദുർഗന്ധം! ഈ മേലിന്റെ സ്മെല്ല് തന്നെയാണ് ഇത് കച്ചവടം ചെയ്യുന്ന നിങ്ങൾക്കും. പിന്നെ എങ്ങനെ ഞാൻ ഒമറ്റ് ചെയ്യാതിരിക്കും? ഞങ്ങളുടെ വോട്ട് വള്ള ഞങ്ങളുടെ നാറ്റം പിടിക്കണില്ലല്ലേ? അങ്ങയുടെ വർഗബോധം മനസ്സിലായി. ദുർഗന്ധമുള്ള ഞങ്ങളുടെ വോട്ടിന് അങ്ങേക്ക് ഉണ്ടാവില്ല. പ്രളയകാലത്ത് കടലിന്റെ മക്കള് കേരളത്തിന്റെ സൈന്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് വാടാ. പ്രിയപ്പെട്ട സംവിധായകരെ, നിങ്ങളെ നേരിൽ കാണുവാൻ ആശീർവാദം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ സാരഥി, നമ്മുടെ ഭയങ്കരനായ സ്ഥാനാർത്ഥിയായി വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. കടന്നു വന്ന വഴിത്താരകളെ അക്ഷരാർത്ഥത്തിൽ പ്രേക്ഷാർത്തണിയിച്ചുകൊണ്ട് ഇതാ ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഇങ്ങോട്ട് വരട്ടെ, എനിക്ക് കുറെ ചോദിക്കാനുണ്ട്. ഞാൻ വീണ്ടും മത്സരിക്കുന്നു. മൈ സിംബലിൽ നിങ്ങൾ എന്റെ ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എന്തിനു ജയിപ്പിക്കണം? മുമ്പ് വോട്ട് ചോദിക്കാൻ വന്നപ്പോ എന്നെ ചേർത്ത് വിളിച്ചതല്ലേ? എന്നിട്ട് ഇപ്പം പറയണേ മത്സ്യബന്ധനം നടത്തി ജീവിക്കണം ഞങ്ങൾക്ക് ചത്തവീരിന്റെ ദുർഗന്ധാണെന്ന്. ഞങ്ങൾ വോട്ട് കുറച്ചാലും ഞങ്ങളുടെയൊക്കെ വീട്ടുകാരൻ മുമ്പ് പുറത്ത് ചെരുപ്പുണ്ടോന്ന് നോക്കണമെന്ന് പുസ്തകത്തിലെഴുതിയ ആളല്ലേ? കടപ്പുറത്ത് ഫുട്ബോൾ കളിച്ചിരുന്ന കുട്ടികളുടെ MP പറഞ്ഞ എന്താണെന്നറിയാം? അവരെ ബാഴ്സലോന ഏതെങ്ങാണ്ട് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കളി കളിപ്പിക്കാന്നു. എന്നിട്ട് ഇയാളും ഭാര്യയും കൂടെ അവിടെ പോയിട്ട് അവിടുത്തെ സ്ത്രീകളുടെ കൂടെ ശേഷിയിലാണ് കളിച്ചു. തിരുവനന്തപുരത്ത് കേന്ദ്ര സർക്കാർ വികസനം കൊണ്ടുവരാൻ പോകുന്നെന്നറിഞ്ഞ നിലാമത്ത് അഴിച്ചുവിട്ട കോറിയെ പോലെ ഫ്ലെക്സ് അടിച്ച് സ്വന്തം പേരിലാണെന്ന് വരുത്തും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വീണ്ടും MP കല്യാണം കഴിക്കാൻ പോവുകയല്ലേ? കല്യാണം എത്രാമത്തെ ആണെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മ കാണൂല. ഞങ്ങൾക്ക് വേണ്ടത് നാടിന് എന്തെങ്കിലും ഗുണം ചെയ്യുന്നവരെയാണ്.
അല്ലാതെ പൊങ്ങച്ചം കാണിച്ച് നടക്കുന്നവരല്ല. കേട്ടാ MP സിൽസില പാടിക്കൊണ്ടേ ശാരദി പോയല്ലോ. നാളവും നാളമില്ലേ ഇങ്ങനെ കുട്ടികൾ ചോദിച്ചിടാൻ. ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കണല്ല. പോയി നോക്കാം. കൊല്ലുന്നവരും ഭരിക്കുന്നവരും ഒരു കൂട്ടൽ തന്നെയാകുമ്പോ കൊലയാളിക്ക് പരമസുഖം. അങ്ങ് മഹാരാഷ്ട്രയിൽ ഗോമാംസം നിരോധിച്ചപ്പോ ഇങ്ങ് കേരളത്തിൽ കൊച്ചു കിടാവിനെ വരെ നടുറോട്ടിലിട്ട് വെട്ടിക്കൊന്ന് ബീഫ് ഫെസ്റ്റ് ആഘോഷിച്ചില്ലേ? ഹൈന്ദവ ദൈവങ്ങൾ അധിക്ഷേപിക്കാനും പരിഹസിക്കാനും സന്യാസി വര്യന്മാരെ അവഹേളിക്കാനും കൂട്ടുനിന്ന ഭരണകൂടം. ഓണത്തിന് അത്തപ്പൂക്കൾ ഉണർന്നെന്നും ദീപാവലിക്ക് ദീപം തെളിയിക്കരുതെന്നും നിങ്ങൾ പറഞ്ഞില്ലേ? കുത്തിയോട്ടവും ആനയോട്ടവും പാടില്ല എന്ന് നിങ്ങൾ കൽപ്പിച്ചില്ലേ? ചടങ്ങുകളിൽ നിലവിളക്ക് കൊളുത്തുന്നതും വിദ്യാലയങ്ങളിൽ കുട്ടികൾ അധ്യാപകരുടെ കാൽ തൊട്ട് വന്നിക്കുന്നതും തെറ്റാണെന്ന് പ്രചരിപ്പിച്ചവരോട് വിശ്വാസി സമൂഹം പ്രതികരിക്കണ്ടേ? ആർത്തവത്തിന്റെ പേര് പറഞ്ഞ് ദേവതാ സങ്കല്പങ്ങളെ ചവിട്ടി പതിച്ചവർ, പുരോഗമനം അരച്ചു കലക്കി കുടിച്ചുവെന്ന് പൊങ്ങച്ചം കാട്ടുന്നവർ പുരോഹിതന്മാരെ പരിഹസിച്ചു. നാമജപത്തിൽ പങ്കെടുത്തവരെ ചവിട്ടി മെതിച്ച് തല്ലിച്ചതച്ചു വിശ്വാസത്തെ തകർത്തവർ. ഏത് വിശ്വാസത്തിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളപ്പോൾ ഒരു വിഭാഗം ജനതയുടെ നേരെയുള്ള ധാർഷ്ട്യം അനുവദിച്ചു കൊടുക്കണം. തെരഞ്ഞെടുപ്പ് കാലത്ത് മറവി രോഗം നിങ്ങൾ ബാധിച്ചിട്ടില്ലെങ്കിൽ വിശ്വാസ സംരക്ഷകർക്കാകട്ടെ നിങ്ങളുടെ സമ്മതിദാനം, ഒപ്പം പിറന്ന നാടിന്റെ സംരക്ഷണവും. ഇവിടെ മൂന്നാമതൊരാൾ കൂടി ഉണ്ടല്ലോ മത്സരിക്കാൻ. അതാരാ? അതല്ലേ സ്ഥാനാർത്ഥി. തിരിച്ചു പോകുന്നതിന് മുമ്പ് അങ്ങനെ കൂടി ഒന്ന് കാണണം. ബാക്കാക്കാത്തേ. കർമ്മപദത്തിൽ കാലിടറാതെ സേവനമായാലും സമരമായാലും സംഘാടനമായാലും പൂർണ്ണ വിജയത്തിലെത്തിച്ച വർത്തമാനകാല രാഷ്ട്രീയത്തിലെ കർമ്മയോഗി കുമ്മനം രാജശേഖരൻ. യുഗപ്രഭാവനായ മന്നത്ത് പത്മനാഭന്റെ അനുഗ്രഹം ലഭിച്ച നേതാവ്. തൃശൂരിലെ പാലാഴി ക്ഷേത്രത്തിലെ ഐത്താചാരണത്തിനെതിരെയും ഇളവൂർ തൂക്കത്തിലെ അനാചാരങ്ങൾക്കെതിരെയും പോരാടിയ ധീരൻ. വിശപ്പും ദാരിദ്ര്യവും കൂടപ്പുറപ്പായവർക്ക് തണലേകാൻ 1200 പരം കുട്ടികൾക്ക് താമസിച്ച് പഠിക്കാൻ ബാലബാലികാശ്രമങ്ങൾ സ്ഥാപിച്ച മനുഷ്യ സ്നേഹി. ശ്രീനാരായണ ഗുരുദേവന്റെ കർമ്മഭൂമിയും സമാധി സ്ഥലവുമായ ശിവഗിരി കൈയടക്കാൻ ഭരണകൂടവും ചില തീവ്രവാദ സംഘടനകളും കൈകോർത്തപ്പോൾ ചെറുത്തുനിൽപ്പിന് ഊർജം പകർന്നത് ശ്രീ കുമ്മനം രാജശേഖരനായിരുന്നു. സുനാമി ദുരന്ത ദിനങ്ങളിൽ തിരമാലകളുടെ താണ്ഡവത്തിൽ പകച്ചുപോയ ജീവിതങ്ങൾക്ക്
പ്രതീക്ഷയും തണലേകുവാനും ദുരന്തഭൂമിയിൽ മാസങ്ങളോളം താമസിച്ച് സേവന പ്രവർത്തനം നടത്തിയ പച്ചയായ മനുഷ്യൻ. മകരവിളക്ക് തൊഴാനെത്തിയ അയ്യപ്പ ഭക്തർ നിന്നപ്പോൾ പ്രതിഷേധ ജാഥ നടത്തി ധനസഹായം വാങ്ങിക്കൊടുക്കുവാനും കുമ്മനം രാജശേഖരൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. മിസോറാമിലെ ഗവർണറായി ഏറെ ആദരവ് ഏറ്റുവാങ്ങിയ മനുഷ്യൻ ശ്രീ കുമ്മനം രാജശേഖരൻ. തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ താമരചിഹ്നത്തിൽ വോട്ടുകൾ നൽകി ശ്രീ കുമ്മനം രാജശേഖരനെ വിജയിപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രഭാതം സൗമ്യസാജി വിടർത്തുന്നു പുലയൂതി കത്തിച്ച പുതിയ പ്രതീക്ഷകൾ ഇന്ത്യ വരയ്ക്കുന്നു. ആദിത്യ മൗനങ്ങൾ തേച്ചുമിരുക്കിയ താമര വിരിയുന്നു. ഒരു നാളും ഉടയാത്തൊരിന്ത്യയൊരുക്കുവാൻ മാനവരുണരുന്നു. ഭാരത ശില്പികൾ ഉണരുന്ന വിരിയത്തെ ഇതിഹാസങ്ങൾ തിരുത്തിയ വെട്ടം ഗോപുരമാതി തുറക്കുന്നു. മാറ്റത്തിന്റെ ചിറകുകൾ വീശി ഭാരതമക്കൾ കൈകോർക്കുന്നു. കർമ്മഭൂമിയിൽ ജന്മഭൂമിയിൽ താമര വിരിയുന്നു. ജയമഘോത്സവ ശംഭൊലി കേൾക്കും വിശാലമോട്ടരണഭൂമി. കുങ്കുമഹരിത കൊടി പാർന്നും ജന്മഭൂമി ഇത് ഭാരതഭൂമി. നേരിൻ യുഗ പ്രഭാതം സൗമ്യസാജി വിടർത്തുന്നു. പുലയൂതി കത്തിച്ച പുതിയ പ്രതീക്ഷകൾ ഇന്ത്യ വരയ്ക്കുന്നു. ആദിത്യ മൗനങ്ങൾ തേച്ചു വിനുക്കിയ താമര വിരിയുന്നു. ഒരു നാളും ഉടയാത്തൊരിന്ത്യയൊരുക്കുവാൻ മാനവരുണരുന്നു. ഭാരത ശില്പികൾ ഉണരുന്നു. താമര വിരിയട്ടെ ഇനിയും താമര വിരിയട്ടെ. താമര വിരിയട്ടെ ഇനിയും താമര വിരിയട്ടെ. ഫോട്ടോ വാട്സപ്പിൽ